അങ്കമാലി മാങ്ങാക്കറിയാണേ. കൊതുക് കൊത്താതിരിക്കാൻ ഇതേ മാർഗമുള്ളൂ. അയ്യോ, ഞാൻ ഇട്ടിരിക്കുന്നത് കണ്ടില്ല. ഷർട്ടിട്ട് അത്ര വലിയല്ലോ. അപ്പോൾ ഇനിയും ബട്ടൺസൊക്കെ ഒന്ന് കയറ്റി ഇറങ്ങിയ കിടക്കുന്നത്. നേരിടാം. ഓവർ കോട്ടൊക്കെ ഇട്ടാൽ പണിയാൻ പറ്റുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെ പണിയാണ് മക്കളെ ഇത്. നട്ടതെല്ലാം പുല്ലിൻ്റെ ഉള്ളിലായിപ്പോയി. ഉണ്ടോ ഇത്? ചേമ്പിന് ഇന്ന് വളമിട്ട് മൂടാനുള്ളത് ഇതിലാണ്. അപ്പോൾ ഈ ചേമ്പിലെ പുല്ല് പിഴുത് കളഞ്ഞാൽ ഇതിന് വളമിട്ട് മൂടാൻ പറ്റുള്ളൂ. അങ്ങ് അറ്റം വരെയൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ ഈ പുല്ല് പിഴുത് കളയാൻ നോക്കട്ടെ. ഇന്നലെയൊക്കെ ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ വലിയ കുഴപ്പമൊന്നുമില്ല. തലേദിവസം മഴ പെയ്ത കാരണം കൊണ്ട് പുല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കിയിട്ട് വലിച്ചാൽ നല്ല വലിയ കട്ടപ്പുല്ലാണെങ്കിലും പറഞ്ഞു പോന്നോളും. അപ്പം ഇത് പറിച്ച് മാറ്റിയിട്ട് വേണം. വളമൊക്കെ മേടിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇടണം. അല്ലെങ്കിൽ ഈ പുല്ല് മറ്റേത് പോവുകയും ചെയ്യും, ഈ പുല്ല് ഇതിലും കൂടുതലായിട്ട് വളർന്നു വരികയും ചെയ്യും. അപ്പം ഇത്രയും ഭാഗമൊക്കെ ഞാൻ പുല്ല് പറിച്ച് തീർത്തിടാം. പുല്ല് വാരി കൊണ്ടുപോയി ഒരു വലിയ വീപ്പയിൽ അങ്ങോട്ട് ഇടുക. അല്ലെങ്കിൽ ഇവിടെ കൂട്ടിയിട്ടാൽ വീണ്ടും അത് പടർന്ന് വളർന്നു പോകും. അപ്പം അത് കാരണം പറിച്ചോടത്തോളം പുല്ലൊക്കെ ഒരു വീപ്പയ്ക്കകത്ത് ഇടുക. അപ്പോൾ ഇവിടം വരെ പുല്ല് പറിച്ച് ചെന്നേ. അപ്പോൾ പുല്ല് പറിച്ച് ചെന്നിടത്ത് നല്ല കപ്പയായിരുന്നു. തല ഒടിഞ്ഞു വീണു. എന്തോരം കപ്പങ്ങയാന്ന് നോക്കിയേ. ഇത് നല്ല കളറുള്ള കപ്പങ്ങ കേട്ടോ. കണ്ടോ? പുല്ലൊക്കെ പറിച്ചു കഴിഞ്ഞ് ഇപ്പം എത്ര ഭംഗിയായ സ്ഥലം കാണാൻ തന്നെ. നാലഞ്ച് പ്ലാവും തൈക്കൾ അവിടെ വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇതുപോലെ പുല്ലിൻ്റെ ഉള്ളിലായിപ്പോയി. ഒക്കെ അവിടെ ഇവിടെയും രണ്ടു മൂന്നെണ്ണം ഞാൻ പുല്ലൊക്കെ പറിച്ച് മാറ്റി ക്ലിയറാക്കി വെച്ചിട്ടുണ്ട്. പറിച്ച പുല്ലാണ് കൂട്ടിയിട്ടേക്കണത്. ഇതിൻ്റെ ഇടയ്ക്ക് കപ്പക്കൊള്ളിയും നട്ടിട്ടുണ്ട്. ചേനയുണ്ട്, ചേമ്പുണ്ട്, വേപ്പ് ഇനിയും പുല്ല് പിടിച്ച് കിടക്കുകയാണ്. അതിനിയും ഒരു ദിവസം ചെല്ലുമ്പോൾ ക്ലീൻ ആക്കണം. ഇന്നത്തെ പണി മതിയാക്കി പോവുകയാണ്. മാങ്ങാക്കറി. സവാള 2 അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇതെല്ലാം ഞാൻ കലത്തിലാക്കിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഉപ്പ് ഏത് വേണേലും ഇട്ട് തിരുമാം. ഞങ്ങളിപ്പോൾ കല്ലുപ്പും മറ്റ് പൊടിയുപ്പും ഇവിടെ ഉണ്ട്. ഞങ്ങൾ കല്ലുപ്പിട്ടാണ് തിരുമുന്നത്. കല്ലുപ്പ്, പിന്നെ അതുപോലെ വിനാഗിരി, ചൊറുക്ക. അത് മെയിനാണത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ആ ചൊറുക്കയുടെ ടേസ്റ്റ് വരുമ്പോഴേ ഈ കറിക്ക് അത്രയ്ക്ക് ടേസ്റ്റ് വരുള്ളൂ. ഈ കറി കേട് വരാതിരിക്കാനും ടേസ്റ്റിനും മുഖ്യമായിട്ടുള്ള ഒരു സംഭവമാണ് ചൊറുക്ക. അതുപോലെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാണ് തിരുമുന്നത്. ഇത് തിരുമ്മി വെള്ളം പോലെ ആക്കി എടുക്കണം. നമ്മുടെ തിരുമ്മലിൽ തന്നെ ഈ സവാള വേവും. പിന്നെ മാങ്ങ ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേനും വേവുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ.
പച്ച വെളിച്ചെണ്ണ, വിനാഗിരി, ചൊറുക്ക എന്നും ഞങ്ങൾ പറയും, തിരുമ, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇനി അതുകൂടി ഇട്ട് അങ്ങോട്ട് തിരുമ. ഒരു തേങ്ങയുടെ പാലാണ് ഞങ്ങളിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത്. ഒന്നാം പാലും രണ്ടാം പാലും ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. രണ്ടാം പാൽ ഒഴിച്ചാണ് നമ്മളിത് അടപ്പത്ത് വയ്ക്കുന്നത്. വേവക്കണ്ട് ഒന്നാം പാൽ ഒഴിക്കും. ചൊറുക്കത്തിരി പോരാതെ ഒഴിഞ്ഞിട്ട് ഇച്ചിരി കൂടി ചേർക്കുകയാണ്. ചൊറുക്കയുടെ ടേസ്റ്റ് മുന്നിൽ നിൽക്കണം, എന്നാലേ ഈ കറിക്ക് നല്ല ടേസ്റ്റ് വരും. മാങ്ങ തൊണ്ട് ചെത്തി കഴുകി ഇപ്പോൾ പുളി അരിഞ്ഞിടുകയാണ്. തിരുമ്മാം, നല്ലോണം തിരുമ്പി യോജിപ്പിച്ച് എടുക്കാം. ഇനി രണ്ടാം പാൽ ഒഴിച്ച് അളപ്പത്ത് വയ്ക്കാൻ വേണം. രണ്ടാം പാല് മാങ്ങ വേവായി. ഇനി ഞാൻ ഒന്നാം പാൽ ഒഴിക്കാൻ പാടുക. തരിപ്പാൽ ഞാൻ ഒഴിച്ചു, ഇളക്കുകയാണ്. ഇനി ഒന്ന് പതയുമ്പോൾ ഇറക്കാൻ, കാരണം ഇത് മൺചട്ടി ആയതുകൊണ്ട് നല്ല ചൂടായിരിക്കും. തിള വന്നു, ഇനി തീ ഓഫ് ചെയ്യാം. മാങ്ങാക്കറി നല്ല പാകമായി. ഉള്ളിയും വറ്റൽമുളകും വഴറ്റി ചേർത്തിട്ടുണ്ട്. ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും ബൈ. ഇത് കണ്ടുകൊണ്ടിരുന്ന